പി ആർ സുനിൽ നിന്ന് തുടങ്ങാം. പി ആർ സുനിൽ കാത്തിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ട്രോളോട് ട്രോളാണ്. വോട്ട് ചെയ്ത എല്ലാവരെയും കൂടി ദില്ലിയിലേക്ക് വിളിപ്പിക്കുമോ എന്നതടക്കമുള്ള ട്രോളുകൾ സജീവമായിട്ട് ചർച്ചയാകുന്നു. ഇതുവരെയും തീരുമാനമായില്ല. പക്ഷേ നമുക്കറിയാം, ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ട്. അത് ജനവികാരം മാനിച്ചുള്ള തീരുമാനമായിരിക്കുമോ? തീർച്ചയായും ജനവികാരം മാനിച്ചുള്ള തീരുമാനത്തിലേക്ക് പോകാനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. അരുൺ പറഞ്ഞതുപോലെ ഒരുപാട് ട്രോളുകളുണ്ട്. ആളുകൾ പതാകയുമായി ഇങ്ങനെ ഡൽഹിയിലേക്ക് നടക്കുന്ന ട്രോളുകളുണ്ട്. അവരെ ചീത്ത വിളിക്കുന്ന മറ്റാളുകളുണ്ട്. ആ നിലയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെ, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ആകെ പരിഹസിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡ് മൊത്തം മാറുകയാണ്. ഏതായാലും ഹൈക്കമാൻഡ് വളരെ ഗൗരവമായി ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച് നിൽക്കുന്ന 3 നേതാക്കളുമായും ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഒരു പ്രത്യേക സാഹചര്യമുണ്ടായത്, വലിയ പ്രതിഷേധ കാഴ്ചകളുണ്ടായത്. പിന്നീടാണ് ഇപ്പോൾ മുൻ KPCC അധ്യക്ഷന്മാരെ വിളിപ്പിച്ചത്, ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരെ വിളിപ്പിച്ചത്. എല്ലാവരെയും കണ്ടു. ഇന്ന് 10 മുൻ KPCC അധ്യക്ഷന്മാരും വർക്കിംഗ് പ്രസിഡന്റുമാരടക്കമുള്ള 10 പേരാണ് ഇന്ന് രാഹുൽ ഗാന്ധിയെ കണ്ടത്. അതിൽ ഏതാണ്ട് 8 പേരും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്നൊരു നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കണ്ടവരോടൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ചോദിച്ച 3 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ആരൊക്കെയാണ് കേരളത്തിൽ ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തിയത്? 2, ആരാണ് ഈ പ്രതിഷേധത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്? 3, എന്തിനു വേണ്ടിയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു ആസൂത്രിത പ്രതിഷേധമാണോ എന്നാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും ഈ നേതാക്കളോടൊക്കെ തന്നെ ചോദിച്ചത്. അതായത് ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ളതല്ല, ഏത് സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇങ്ങനെയൊരു പ്രതിഷേധ കാഴ്ചകൾ ഉണ്ടായത്, ആ അസാധാരണ സാഹചര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലായും രാഹുൽ ഗാന്ധി ഈ നേതാക്കളോടൊക്കെ ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിലാണ് ഈ വിഷയത്തെ ഹൈക്കമാൻഡ് എടുക്കുന്നത്. ഇത് കേരളത്തിലെ ഒരു വിഭാഗം നടത്തുന്ന പ്രതിഷേധമായിരുന്നു. അത് പിന്നീട് കേരളത്തിൻ്റെ ഒരു പൊതുവികാരമാക്കി മാറ്റിയെടുത്തു എന്ന തരത്തിലൊക്കെയുള്ള ഒരു വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട്. ഇതിന് പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നുണ്ട്. ഏതായാലും ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു നീക്കം മാറി എന്ന തരത്തിൽ കൂടി ഹൈക്കമാൻഡ് ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുകയാണ്. അതാണ് ഹൈക്കമാൻഡിന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. മാത്രമല്ല, ഹൈക്കമാൻഡ് നേരിട്ടും, കോൺഗ്രസ് ദേശീയ നേതൃത്വം നേരിട്ടും കേരളത്തിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഏതായാലും ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതുകൊണ്ട്, ആരെങ്കിലും വെല്ലുവിളിച്ചതുകൊണ്ട് അതിന് കീഴടങ്ങിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന കാര്യം കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിശോധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇന്ന് നടന്നിട്ടുള്ള ചർച്ചകളുടെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിക്കടക്കം ഭീഷണികൾ വരുന്നു എന്നതാണ്. പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ പരാജയപ്പെടുത്തും എന്ന് പറഞ്ഞുള്ള ഭീഷണികൾ വരുന്നു. അങ്ങനെ പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിലൊരു ആശങ്ക വരുന്നു ഹൈക്കമാൻഡിന് മുമ്പാകെ. ഏതായാലും അക്കാര്യങ്ങളൊക്കെ തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിശോധിക്കുന്നത്. പക്ഷേ ഈ വന്ന ആളുകളോടൊക്കെ തന്നെ, ഇന്ന് രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടുള്ള നേതാക്കളോടൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതുവരെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഓരോ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചത് എങ്ങനെയാണ്? അത് CLP യോഗം വിളിച്ച് MLA-മാരുടെ അഭിപ്രായം കേട്ട ശേഷമല്ലേ? അങ്ങനെയല്ലേ ഇനിയും തീരുമാനമെടുക്കേണ്ടത് എന്നുകൂടി രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുണ്ട്. അതാണ് ഹൈക്കമാൻഡിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. അതായത് ഒരു സംസ്ഥാനത്ത് വിജയിച്ച MLA-മാർ എന്താണോ കൂട്ടമായി പറയുന്നത്, ഏറ്റവും അധികം MLA-മാർ എന്താണോ പറയുന്നത്, അതിനനുസരിച്ച് ഒരാളെ തീരുമാനിക്കുക. അതാണ് ഹൈക്കമാൻഡിൻ്റെ, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇതുവരെയുള്ള നിലപാട് എന്ന് പറയുന്നത്. ആ നിലപാട് തുടർന്നുകൊണ്ട് തന്നെയാണ് ഇത്തവണ കേരളത്തിൽ ഈ കിട്ടിയ വലിയ മേൽക്കൈയുടെ അടിസ്ഥാനത്തിൽ ആരെ മുഖ്യമന്ത്രിയാക്കണം എന്ന കാര്യത്തിലും ഹൈക്കമാൻഡ് ഒരു നിലപാടിലേക്ക് എത്തിയത്. പക്ഷേ അതിന് പിന്നാലെയാണ് അസാധാരണ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്, പോസ്റ്റർ കീറുന്നത്, തമ്മിലടി ഉണ്ടാകുന്നത്, തെരുവ് യുദ്ധമുണ്ടാകുന്നത്. അതിന് മുന്നേ തുടങ്ങി. പക്ഷേ അത്തരം സാഹചര്യങ്ങളൊക്കെ കേരളത്തിൽ അസാധാരണ കാഴ്ചയായി. കേരള ഹൗസിലേക്ക്, ഡൽഹിയിലേക്ക് ടൂറ് പോയ സംഘങ്ങളാണ് കേരള ഹൗസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. അപ്പോൾ ഇത് KPCC അധ്യക്ഷനെ വലിയൊരു അപരാധമായി പോയി എന്ന് പറയാം. അല്ല, ഞാൻ പറഞ്ഞത് ഇതൊന്നും വെറുതെ എത്തിയതല്ല എന്നാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഡൽഹിയിലേക്ക് ടൂർ പോയ ഒരു സംഘം ആളുകൾ ആ വാനിൽ നേരെ കേരള ഹൗസിൻ്റെ മുമ്പിലേക്ക് എത്തി NSUവിൻ്റെ കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു. അവർ NSUക്കാരല്ല. NSUവിൻ്റെ കൊടി ഉയർത്തി മുദ്രാവാക്യം മുഴക്കിയത് അത് സാധാരണ സ്വാഭാവികമായി സംഭവിച്ചതല്ല എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന് സംശയമൊന്നുമില്ല, കോൺഗ്രസ് നേതൃത്വത്തിന് സംശയമൊന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ പരിശോധിച്ച് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിശോധിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഒരു തീരുമാനമെടുക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ നാളെ
ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. ഒരുപക്ഷെ ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് അതിനായി എത്തും. കേരളത്തിൽ വെച്ചായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് ഹൈക്കമാൻഡിലെ നമുക്ക് വിശ്വസിക്കാവുന്ന ചില സോഴ്സുകൾ നൽകുന്ന വിവരം എന്ന് പറയുന്നത് ഭീഷണികൾക്ക് വഴങ്ങി ഒരു കാലത്തും കോൺഗ്രസ് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ, കോൺഗ്രസ് നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഒരു തീരുമാനം ഉണ്ടാകും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നൊരു വ്യക്തമായ സന്ദേശം നൽകുന്നുണ്ട്. ഏതായാലും ഇതൊരു തെറ്റായ കീഴ്വഴക്കം കൂടിയാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ഇതൊരു തെറ്റായ കീഴ്വഴക്കം കൂടിയാണ്. കാരണം ഇവിടെ കോൺഗ്രസിന് ഒരു തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം. കോൺഗ്രസ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. തീരുമാനമെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സമ്മർദ്ദം ചെലുത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ സമ്മർദ്ദം ചെലുത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ്? തീരുമാനം പ്രഖ്യാപിച്ച ശേഷം ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്ന് പറയാം. പക്ഷേ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുൻപേ നിങ്ങൾ ഈ തീരുമാനം എടുക്കണം എന്നാവശ്യപ്പെടുകയാണ്. അത് ആരാണ് ആവശ്യപ്പെടുന്നത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. യെസ്. Meet the editors.